ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കാൻ പോകുന്നത് മുട്ട റോസ്റ്റാണ്. അതിന് വേണ്ടുന്ന ആവശ്യ സാധനങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. 3 വലിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതേപോലെ വെളുത്തുള്ളി, തക്കാളി, 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അതേപോലെ വേണ്ട മസാലയ്ക്കായിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. എൻ്റെ ഈ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് ഇനി എങ്ങനെ ഈ ഫോം തയ്യാറാക്കുന്നത് നോക്കാം. ലോ ഫ്ലെയിമിലിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ചീനച്ചട്ടി വെച്ചു, ചീനച്ചട്ടി ചൂടായപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ആദ്യമേ കടുകിട്ട് കൊടുക്കുക. കടുക് ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കടുക് പൊട്ടുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വലിയ ഉള്ളി ഇതിനകത്ത് ചേർത്ത് കൊടുക്കുക. സവാള ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വഴറ്റുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം സവാള പെട്ടെന്ന് നമുക്ക് വഴറ്റി കിട്ടും. അതുകൊണ്ട് നമുക്ക് ഇച്ചിരി ഉപ്പ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ കൂടെ തന്നെ അടുത്തത് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഞാൻ 2 പച്ചമുളകാണ് അരിഞ്ഞ് വെച്ചിരുന്നത്, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എരിക്കനുസരിച്ചിട്ട് എരി കൂടുതൽ വേണ്ടവർക്ക് കുറച്ച് പച്ചമുളക് ഒരെണ്ണം കൂടെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. അല്ലെങ്കിൽ ഇത് കുറച്ചിട്ട് പച്ചമുളക് വേണ്ടാന്നുള്ളവർക്ക് ചേർക്കണ്ട. ഞാൻ 2 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞ് വെച്ചത് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ വഴറ്റാം. ഇളക്കി കൊടുക്കാം. അടുത്തതായി ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാവുന്നതാണ്. തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇളക്കാം. ഇത് നല്ലതുപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അകത്തോട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ആദ്യമായിട്ട് നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ ഇളക്കാം. അതിൻ്റെ ആ പച്ച ചെവ മാറുന്നത് വരെ നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് ഇളക്കി കൊടുക്കാം. അടുത്തതായിട്ട് ഞാൻ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ഇച്ചിരി കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അവസാനമായിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഒരു മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ച് ഒന്ന് ആവി കയറ്റാം. ഞാൻ ഇതിനകത്ത് ഒരു തുള്ളി പോലും വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല. ആ എണ്ണയ്ക്കകത്ത് കിടന്നാണ് ഇതെല്ലാം വഴണ്ടേക്കുന്നതും. ഇതിൻ്റെ അകത്ത് വെള്ളം ചേർക്കുന്നില്ല. വെള്ളം ചേർക്കാതെ റോസ്റ്റ് ചെയ്തെടുത്തേക്കുവാണ്. ഒരു മിനിറ്റ് കഴിഞ്ഞ് നമുക്കിനി ഇത് തുറന്ന് നോക്കാം. തുറന്ന് ഇതിന് ഒന്നും കൂടെ ഇളക്കി കൊടുത്ത് എടുക്കാവുന്നതാണ്.